ബ്ലോഗ്സിന് പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തവക്കലിനേക്കകത്ത് ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ തവക്കലിനയിൽ ഇമ്മ്യൂൺ അതിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു നീല ഇതിൽ പുതിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തവക്കൽന സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണ്. ഇനി മുതൽ തവക്കലിന് 2 ആപ്പുകളായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ലാൻഡ് ബ്ലോഗ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു ആപ്പ് നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിൽ നമുക്കുള്ള തവക്കലിന അത് നമ്മുടെ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട്, അഥവാ നമ്മുടെ ഈ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കാൻ, നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ, നമ്മുടെ ഹെൽത്തുമായി സംബന്ധമായിട്ടുള്ളതും പിന്നെ നിലവിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള തവക്കലിന, പുതുതായിട്ട് നമുക്ക് വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ, അഥവാ തവക്കലിന സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വന്നിട്ടുള്ളത്. തവക്കലിന ഖിദ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്താണ് നമ്മുടെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പെർമിഷൻ എടുക്കാം, ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പെർമിഷൻ എടുക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഇത് ബുക്ക് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇനി തവക്കലിനകത്താണ് വരിക. അതുപോലെ തന്നെ നമ്മൾ ഇക്കാമ കാര്യങ്ങൾ, ഡിജിറ്റൽ ഇക്കാമ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈസൻസ്, ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് എല്ലാം ഈ പുതിയ സർവീസ് ഓറിയന്റഡ് തവക്കലിനയിലാണ് വരിക. തവക്കലിന സർവീസ് എന്നതിനകത്താണ് വരിക. അപ്പോൾ എന്താണ് ഈ ആപ്പ്, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ആപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡിൻ്റെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തവക്കലിന സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തവക്കലിനയുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസിന് താഴെ ഒരു നീല ബാർ ഉണ്ട്, അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തവക്കലിന സർവീസ് എന്ന് നമ്മൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ എവിടെ ഗാലറി സ്റ്റോറിലൊക്കെ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ തവക്കലിന സർവീസ് എന്നുള്ള ഈ ഒരു ആപ്പ് നമ്മൾ എങ്ങനെയായാലും അത് സെലക്ട് ചെയ്യുക, എന്നതിന് ശേഷം ഡൗൺലോഡിങ്ങിന് കൊടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസിന് താഴെയായിട്ട് തന്നെ ഒരു നീല ബോക്സ്, ഇമ്മ്യൂൺ സ്റ്റാറ്റസ് പോലെ തന്നെ ഒരു നീല ബോക്സ് അവിടെ കാണുന്നുണ്ടാവും. അതിനകത്ത് ഉണ്ട് ഡൗൺലോഡ് നൗ എന്നുള്ളതുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിലേക്കോ ആപ്പ് സ്റ്റോറിലേക്കോ അല്ല അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ശേഷം എന്നിട്ട് ഇത് ഏതായാലും ഡൗൺലോഡ് ആക്കി എടുക്കുക. ഇനി അങ്ങനെ വന്നിട്ടില്ല എന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പ്ലേ സ്റ്റോറിൽ എവിടെയും പോയിട്ട് തവക്കലിന സർവീസ് എന്നടിക്കുകയോ അല്ലെങ്കിൽ തവക്കലിന എന്നടിച്ചാൽ തന്നെ അതിനകത്ത് ചിലപ്പോൾ തവക്കലയുടെ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടും പിന്നെ ഈ ഒരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടും കാണിക്കും. ഇപ്പോൾ എന്തായാലും ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീനിലൊക്കെ കാണുന്നുണ്ടാവും ഇത് ഇൻസ്റ്റാൾ ആയി വരുന്നത്. അപ്പോൾ എന്തിരുന്നു കഴിഞ്ഞാലും നമ്മളിത് ഇൻസ്റ്റാളാക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മളെ ഇത്. എന്നിട്ടിപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ എന്ന് കൊടുത്തപ്പോൾ കുറച്ച് ലോഡിങ്ങിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നതുകൊണ്ട് എന്താണെന്നറിയില്ല, ലോഡാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ തവക്കലിന എന്നുള്ള സർവീസ് തവക്കലിന സർവീസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്ന ഫസ്റ്റ് സ്ക്രീനാണിത്. അപ്പോൾ എനിക്കിങ്ങനെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള അറബിയിലാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആളുകൾക്കും ഇങ്ങനെ തന്നെ അറബിയിലാണ് ഈ ഒരു ഇത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് ഇംഗ്ലീഷിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇത്. അപ്പോൾ നമ്മളവിടെ നോർമലി ലാംഗ്വേജ് എന്നുള്ള അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എന്നാക്കിയപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ആകുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഓപ്പൺ ആയ പോലെ തന്നെ ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന സമയത്ത് ഇങ്ങനെയാണ് സ്ക്രീന് വരുന്നത്, കണ്ടോ. അപ്പോൾ ഫുൾ ഇംഗ്ലീഷിലാണ് ആയിട്ടുള്ള വെൽക്കം ടു തവക്കലിന സർവീസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സിറ്റിസനാണ് റെസിഡൻറ്റ് എന്നുള്ള ആ ഒരു ഇതായിരുന്നു. ഞാൻ ആ റെഡ് മാർക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. അപ്പോൾ എന്നതിന് ശേഷം നമുക്ക് സാധാരണ തവക്കലിന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ ഈ കമ നമ്പർ നമ്മൾ തവക്കലിനകത്ത് ഏതാണോ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും അതാണ് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിം പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം തവക്കലിനിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താ കഴിഞ്ഞാൽ ഈ ടിക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക എന്നുള്ളതാണ്. അത് എഗ്രി ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഓക്കെ എന്ന് കൊടുക്കാം. എന്നതിന് ശേഷം OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സാധാരണ തവക്കലിനയിൽ വരുന്ന പോലെ തന്നെ അതിനകത്താണ് സിമ്മെങ്കിൽ അതിനകത്ത് തന്നെ OTP വരും. അലോ എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന OTP അവിടെ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ OTP അടിച്ചു കൊടുത്തു, ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ ഓപ്പണായി വന്നതിന് ശേഷം ഉള്ള ഒരു ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതാണ് ശരിക്കും കാണുന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് വെൽക്കം ഇതിൻ്റെ ഒരു വിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വാം വെൽക്കം കിട്ടുന്നുണ്ട്, കണ്ടോ. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ എന്ന് അടിച്ചിട്ട് അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻ്റർഫേസിൽ കാണിക്കുന്നത്. നമ്മൾ മറ്റേ ഇമ്മ്യൂണും കാര്യങ്ങളൊന്നും അല്ല കാണിക്കുന്നത്. ഒന്നാണ് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ ഇതും, അതുപോലെ തന്നെ ഇക്കാമ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ ടോപ്പ് സർവീസസ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അതിനപ്പുറത്തെ താഴെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമുക്ക് ഹോം സർവീസ്, ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ്, ഡാഷ്ബോർഡ്, മോർ എന്നുള്ള ഓപ്ഷൻസ് അങ്ങനെയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സർവീസ് ഓറിയൻറ്റഡ് ആണ്, സർവീസ് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. അല്ല നമ്മൾ മെഡിക്കൽ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരില്ല. അത് നമ്മൾ പഴയ തവക്കലിനകത്താണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സർവീസ് എന്നുള്ള ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് സാധാരണ തവക്കലിനുള്ള പോലെ തന്നെ ഉള്ള ഓപ്ഷൻസൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടാണുള്ളത്.
നമുക്ക് ആ ഡൊണേഷൻ്റെ ഓപ്ഷനും കാര്യങ്ങളും മുതൽ എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സർട്ടിഫൈ ചെയ്യുന്ന ഓപ്ഷൻ, തവക്കലയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ, സർട്ടിഫൈൻ്റെ അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാമ ഇപ്പോൾ ലൈസൻസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ലൈസൻസ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് തന്നെ കാണിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നൊരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ്ബോർഡാണ്. ഇതിനകത്ത് നമുക്കുള്ള എത്രത്തോളം ഇതുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കട്ടെ ഡോക്യുമെൻറ്റ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് ഈ ഡാഷ്ബോർഡ്. ആ ഡാഷ്ബോർഡിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പാസ്പോർട്ടിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ, നാഷണൽ അഡ്രസ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മോർ എന്നുള്ളതിനടുത്ത് എടുത്തു കഴിഞ്ഞാലാണ് ലാംഗ്വേജ് കാര്യങ്ങൾ, പ്രൊഫൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത് സാധാരണയുള്ള തവക്കലിൽ നിന്ന് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മോർ എന്നതിനുള്ള അകത്ത് ലോഗോട്ട് എവിടെ എന്നുള്ളത് കാണിക്കണില്ല. അപ്പോൾ ഞാനത് എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തപ്പി നോക്കി. കാരണം ഫസ്റ്റിൽ എവിടെയും കാണിക്കുന്നില്ല. അപ്പോൾ ഏത് ഭാഗത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻസൊക്കെ എടുത്ത് നോക്കിയത്. ഞാൻ ഒരുപാട് ഓപ്ഷൻസിൻ്റെ അടി നോക്കി. അപ്പോൾ കണ്ടോ, മോർ എന്നുള്ളത് ഞാൻ വീണ്ടും എടുത്ത് അതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയും ഓപ്ഷൻസ് കാണാനില്ല. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ സെറ്റിങ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്താണ് പിന്നെ കാണിക്കുന്നത് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ് കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് കാണിക്കുന്നത്. ഏതായാലും നമ്മൾ ലാസ്റ്റ് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നിർബന്ധമായിട്ട് വന്നൊരു സാധനമാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തവക്കലിൻ്റെ പുതിയൊരു ആപ്പിനെ പറ്റിയായിരുന്നു, തവക്കലിന സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിനെ പറ്റി. അപ്പോൾ എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. കാരണം ഇത് നിർബന്ധമാണ്. ഇത് ഒരാളും എനിക്ക് ആവശ്യം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ആരും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല വിഷയങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.